കാവടിയുടെ ഭാഗമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ വന്ന് തൊഴുതു. വരുന്ന കാവടിയൊക്കെ കുറേയൊക്കെ കണ്ടു കേട്ടോ. കുറേയൊക്കെ കണ്ടു. അപ്പോൾ പീലിക്കാവടിയാണ് ഏറ്റവും കൂടുതലും കണ്ടത് കേട്ടോ. ഉച്ച കഴിഞ്ഞതിന് ശേഷമെന്ന് തോന്നുന്നു കേട്ടോ പറവക്കാവടിയൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പോൾ ഞങ്ങൾ വരിക്ക് നിന്നു, അന്നദാനം വാങ്ങി കഴിച്ചു. എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഇരുന്നു കേട്ടോ. വൃത്തി ഉണ്ടോയെന്നോ ഒന്നും നോക്കില്ല. എന്തായാലും അമ്പലമുറ്റമല്ലേ, വൃത്തി കാണാതിരിക്കില്ലല്ലോ. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മണ്ണിതിലെങ്കിൽ മണ്ണിലിരുന്ന് തന്നെ അങ്ങ് കഴിച്ചു കേട്ടോ. ഞാനും എൻ്റെ ചേട്ടനും മോളും ഒക്കെ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വീട്ടിലേക്ക് പോകും വഴി തന്നെ വീണ്ടും തുരുതുരാ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വന്നതെല്ലാം പറവക്കാവടിയായിരുന്നു. അപ്പോൾ രാവിലെ വന്നവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. കുറേ പേര് ചെണ്ട കൊട്ട് അതിൻ്റെ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ, ശിവനും പാർവതിയൊക്കെ ഫാമിലിയായിട്ട്, മുരുകൻ അതുപോലെ ഗണപതി, അവരുടെ ആ ഒരു കാവടിയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ കാണുന്ന കാവടിയൊക്കെ എൻ്റെ നാട്ടിലെ പിള്ളേരുടെ കേട്ടോ. എൻ്റെ നാട്ടിലെ പിള്ളേരാണ് അവർ ഈ പറവക്കാവടിയിലുള്ളത് കേട്ടെ. അവരെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു, പിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം എനിക്ക് അറിയാവുന്ന പിള്ളേർ തന്നെയാണ്. അപ്പോൾ കണ്ടോ വണ്ടിയിൽ നല്ല അടിപൊളി മുരുകൻ്റെ ഭക്തിഗാനം ഇട്ടപ്പോൾ അവരുടെ ആവേശവും സന്തോഷവും കളിയൊക്കെ കണ്ടോ. അവർ സമ്മതിക്കണം അല്ലേ. അവരിതുപോലെയൊക്കെ ഏതോ ഒരു സിനിമാറ്റിക് പാട്ട് കേൾക്കുമ്പോൾ അവർ ആസ്വദിച്ച് കളിക്കുന്ന പോലെയാണ് കേട്ടോ. അവരുടെ ശരീരത്തിന് അത്രയും കുത്തി ഇറക്കിയിട്ട് പോലും അവർ ആസ്വദിച്ച് കളിക്കുന്നത്. അങ്ങനെ അത് കണ്ടു. അതിനുശേഷം ഞങ്ങൾ മോരും വെള്ളമൊക്കെ വഴിനീളെ കൊടുക്കുന്നുണ്ടായിരുന്നു. മോരും വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ കുറച്ച് മുറുക്ക് ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ചു. എന്താണെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോവുകയല്ലേ. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ചേട്ടൻ്റെ സ്റ്റാൻഡിൽ ആട്ടം ഇടുന്ന ഒരു മാമനാണ് കേട്ടോ ഏട്ടൻ. അദ്ദേഹത്തെ കണ്ട് കുറച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം മുറുക്ക് കച്ചവടത്തിനിട്ട് ഇരിക്കുകയാണ്. എൻ്റെ മോളെ കണ്ടപ്പോൾ 2 മുറുക്കെടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ 100 രൂപയ്ക്ക് 3 ജോഡി ചെരുപ്പ്. കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കച്ചവടമൊക്കെ അവസാനിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് 3 ജോഡി ചെരുപ്പ് എടുത്താൽ 100 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, അപ്പോഴേ മേടിച്ചു. നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പൊന്നുമില്ല കേട്ടോ, ലോക്കൽ ചെരുപ്പ് തന്നെയാണ്. എന്നാലും സാരമില്ല, ഞങ്ങൾക്ക് ഇത് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ കൂട്ടരെ.